വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനികൾ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതിൽ കൂടുതൽ അന്താരാഷ്ട്ര കമ്പനികളുടെ വിമാന സർവീസുകൾ ഉണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രാലയം തന്നെ അറിയിച്ചു എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. 30 സർവീസുകൾ ഇൻഡിഗോ നടത്തും. അതായത് നാളെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമൊക്കെ സർവീസുകൾ ഉണ്ടാകും, കൂടുതൽ സർവീസുകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നൽകും. അർജുൻ, വിവരങ്ങൾ. പ്രതിൻ, സാധാരണ സർവീസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ മടക്കി എത്തിക്കുക, അത് നാട്ടിലേക്ക് മടക്കി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടും പരിഗണന നൽകിയിരിക്കുന്നത്. അക്കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് എന്തായാലും വിമാന കമ്പനികൾ, എടുത്തു പറയേണ്ടത് ഇന്ത്യൻ വിമാന കമ്പനികൾ പോയിരിക്കുന്നത്. അത് വ്യോമയാന മന്ത്രാലയവുമായി ഈ കമ്പനികൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ഇന്ന് 24 സർവീസുകളായിരുന്നു ഇന്ത്യൻ കാരിയറുകൾ നടത്തിയത്. അത് നാളെ 58 വർദ്ധിപ്പിക്കും. ആ 58-ൽ 30 സർവീസുകൾ ഇൻഡിഗോ, 28 സർവീസുകൾ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് എന്നുള്ള കാര്യമാണ്. ഇൻഡിഗോ സർവീസ് നടത്താൻ പോകുന്നത് ജിദ്ദ, സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും അതുപോലെ തന്നെ ഒമാൻ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിൽ നിന്നായിരിക്കും. അതിനപ്പുറത്തേക്ക് UAE-യിൽ നിന്നും, അതായത് ദുബായ്, അബുദാബി സെക്ടറുകളിൽ നിന്നും സർവീസുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അതിന്റെ സമയമോ അത് ഏത് വിമാനത്താവളമോ, ഇപ്പോൾ ദുബായിൽ തന്നെ അൽ മക്തൂം ഉൾപ്പെടെ 2 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. അതിൽ ഏതിൽ നിന്നൊക്കെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം പുറത്തുവിട്ടിട്ടില്ല. ഈ ടിക്കറ്റ് എടുത്ത് കുടുങ്ങിപ്പോയവർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കും എന്നുള്ള കാര്യം തന്നെയാണ് വിമാന കമ്പനികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് വന്നാൽ മതി എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. വീണ്ടും എടുത്തു പറയുന്നത് സാധാരണ നിലയിലുള്ള സർവീസുകളല്ല, ഈ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും പെട്ടെന്ന് തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ, ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ വിമാന കമ്പനികൾ എടുത്തിരിക്കുന്നത്. നാളെ പക്ഷെ കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ, അന്താരാഷ്ട്ര കമ്പനികളുടെ സർവീസുകൾ, അതായത് എമിറേറ്റ്സും എത്തിഹാദും എയർ അറേബ്യയും കുവൈറ്റ് എയർവേസും ഒമാൻ എയറും ഉൾപ്പെടെയുള്ള വിമാന സർവീസുകളും ഇന്ത്യയിലേക്ക്, അത് മുംബൈയും ഡൽഹിയും ഇപ്പോൾ കോഴിക്കോടും കൊച്ചിയും അടക്കം കേന്ദ്രീകരിച്ച് കൂടുതലായി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് എന്തായാലും ഇപ്പോൾ 6 വിമാനങ്ങളുടെ നമ്പറുകളും അത് എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ള കാര്യവും അതിന്റെ സമയവും അടക്കം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം അതാണ്. നാളെ രാവിലെ 8:55 കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് വിമാനമുണ്ടാവും. അത് തിരിച്ച് ഉച്ചയ്ക്ക് 12:25 മസ്കറ്റിൽ നിന്നും കൊച്ചിയിലേക്ക് തിരിക്കുമെന്നുള്ള കാര്യം. രാത്രി ബോംബെയിൽ നിന്ന് മസ്കറ്റിലേക്ക്, അത് മസ്കറ്റിൽ നിന്നും ബോംബെയിലേക്ക് തിരിക്കും. ഡൽഹിയിൽ നിന്നും മസ്കറ്റിലേക്കുണ്ട്, മസ്കറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിക്കും. അതായത് ഇന്ത്യയിൽ നിന്നും ഈ GCC രാജ്യങ്ങളിലേക്കും അവിടെ നിന്നും തിരിച്ചും കൃത്യമായി ഇവിടെ ഇന്ത്യയിൽ അകപ്പെട്ട ആളുകളെ തിരികെ UAE-യിലോ അല്ലെങ്കിൽ GCC-യിലോ എത്തിക്കാനും അവിടെ നിന്നും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. വരും ദിവസങ്ങളിൽ ഈ വ്യോമാതിർത്തി കൂടുതൽ തുറക്കുന്നതനുസരിച്ച് വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും. മാത്രമല്ല ഉടനെ തന്നെ സാധാരണ നിലയിലേക്കുള്ള സർവീസിലേക്ക്, അതായത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ആദ്യം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക, അതിനുശേഷം പൂർണ്ണ തോതിൽ സാധാരണ നിലയിലുള്ള സർവീസുകൾ പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷ കൂടിയാണ് ഇതിലൂടെ വിമാന കമ്പനികളും വ്യോമയാന മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രജിൻ. യെസ്, അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.